സമ്മേളന ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികൾ എന്ന നിലയിലാണ് രണ്ടുപേരും എന്ന നിലയിൽ കൂടിയാണ് സമ്മേളനത്തിൽ വന്ന് ഈ അടുത്ത സമ്മേളനമൊക്കെ ആകുമ്പോഴേ സംസ്ഥാന സമിതി അംഗങ്ങളെന്ന നിലയിൽ രണ്ടുപേരും വരുമെന്നൊക്കെയാണ് കേൾവി. നിങ്ങളങ്ങനെ പലതും കേൾക്കൂ. അങ്ങനെയൊന്നല്ലല്ലോ, സമ്മേളനമല്ല എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക. ഇവിടെ ഇപ്പോൾ രാജ്യത്ത് തന്നെ BJPയെ പ്രതിരോധിക്കുന്ന, ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, വർഗീയതയെ ചെറുക്കുന്ന, അതുപോലെ തന്നെ നവലിബറൽ നയങ്ങൾക്കെതിരെയൊക്കെ ഒരു ബദൽ സൃഷ്ടിച്ച ഒരു നാടാണ് നമ്മുടെ നാട്. അതിന് നേതൃത്വം കൊടുക്കുന്ന CPMൻ്റെ സമ്മേളനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒത്തുചേരുന്നത് എന്തൊക്കെയുണ്ട് ഇനി ചെയ്യാൻ എന്നുള്ളത് ആലോചിക്കാൻ തന്നെയാണ്. ഈ കേരളത്തെ രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിൽ നിലനിർത്തിക്കൊണ്ടു പോകേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഡിവൈഎഫ്ഐ പ്രവർത്തനങ്ങളും സ്വാഭാവികമായും വിലയിരുത്തുന്നുണ്ടാവും, ചർച്ച ചെയ്യുന്നുണ്ടാവും. മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിൽ കൂടിയല്ല. ഡിവൈഎഫ്ഐ പ്രവർത്തനങ്ങളല്ല, യുവജന രംഗത്തെ പാർട്ടിയുടെ മുന്നേറ്റമാണ് ഇവിടെ പ്രധാനമായിട്ടും ചർച്ചയ്ക്ക് വിധേയമാണ്. സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള ചർച്ചകളുണ്ടാവും, വിമർശനങ്ങളുണ്ടാവും, സ്വയംവിമർശനം ഉണ്ടാവും, വിലയിരുത്തലുകളുണ്ടാവും. നമ്മുടെ പാർട്ടിയുടെ ഈ സമ്മേളനത്തെ നമ്മുടെ പാർട്ടി അനുഭാവികൾ മാത്രമല്ല, ഈ കേരളം മൊത്തം വളരെ ആകാംക്ഷയോടെ, വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണ്. കാരണം നമ്മുടെ ഈ പാർട്ടിയുടെ നിലനിൽപ്പും ഇതിൻ്റെ വളർച്ചയിലും അങ്ങേയറ്റം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആളുകൾ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 10ാമത്തെ വർഷത്തിലേക്ക് ഈ ഗവൺമെൻറ് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടുള്ള വലിയ നേട്ടങ്ങൾ കേരളത്തിലുണ്ടായി. ഈ തുടർഭരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ വികസനത്തിനൊക്കെ തുടർച്ചയുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഒരു തുടർഭരണത്തിലേക്ക് നാട് പോകണം എന്ന് ജനങ്ങളാകെ ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പാർട്ടിയുടെ സമ്മേളനം ചെയ്തത്. അപ്പോൾ അതെല്ലാം വളരെ ഗൗരവമായി ജനങ്ങൾ എടുക്കും. പാർട്ടി കേഡർ എന്ന നിലയിൽ ഇവർക്ക് ഇവരുടെ സ്ഥാനലബ്ധിയെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ലെങ്കിൽ പോലും സനോജും വസീഫും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനുവിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.